കേന്ദ്രസേന എത്തിയെങ്കിലും രാജ്ഭവന്റെ സുരക്ഷാ ചുമതലയിൽ നിന്ന് പിന്മാറാതെ പോലീസ്. കേന്ദ്ര സർക്കാർ ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനം. ഉത്തരവ് ലഭിക്കും വരെ രാജ്ഭവനിൽ തുടരാനും ഗവർണർ കേരളത്തിലെത്തുമ്പോൾ സുരക്ഷ നൽകാനുമാണ് പോലീസിന്റെ തീരുമാനം. കൊല്ലം നിലമേലിലെ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഗവർണർക്ക് CRPF Z+ സുരക്ഷ ഒരുക്കിയത്. ഇന്നലെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ വിവരമറിയിച്ചത്. ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CRPFന്റെ ആദ്യ 30 അംഗ സംഘം രാജ്ഭവനിലെത്തി. തുടർന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണർക്കും ഇതേ സംഘം സുരക്ഷ നൽകി. എന്നാൽ രാജ്ഭവനിൽ സുരക്ഷയ്ക്ക് പോലീസ് തന്നെ തുടരുകയാണ് ഇപ്പോഴും. സുരക്ഷ പൂർണ്ണമായും കേന്ദ്രസേനയെ ഏൽപ്പിച്ചെന്ന കേന്ദ്ര ഉത്തരവ് ലഭിക്കാത്തതാണ് പോലീസിനെ രാജ്ഭവനിൽ തന്നെ നിലനിർത്താൻ കാരണം. ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമാണ് ഉത്തരവ് ലഭിക്കേണ്ടത്. സുരക്ഷ നൽകുന്ന CRPF സംഘത്തിന്റെ എണ്ണം, ഡ്യൂട്ടി സമയം, ചിലവ് തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം. ഇതിനുശേഷം കേരള പോലീസ് സുരക്ഷാവലോകന യോഗം ചേരും. തുടർന്നായിരിക്കും പോലീസിനെ പിൻവലിക്കുന്നതിൽ അന്തിമ തീരുമാനം വരിക. ഈ മാസം 30-ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലായിരിക്കും സുരക്ഷാവലോകന യോഗം ചേരുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.